അപ്പു പ്ലീസ്, നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിന്നോട് സംസാരിക്കാൻ തന്നെ ഞാൻ വന്നത്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് ഇവിടെ വെച്ചോ ആവാലോ. ഇവിടെ വെച്ച് പറ്റാത്തോണ്ടാണല്ലോ നമുക്ക് പുറത്തു പോവാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് അപ്പു, തർക്കിക്കാൻ നേരമില്ല. നീ വേഗം ഡ്രസ്സ് മാറും, ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. ഇനി എത്ര പേഷ്യൻസ് ഉണ്ടാവും? 3. എന്താ ഡോക്ടർ? ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ ഡോക്ടർ. എന്തു പറ്റി? ഡോക്ടർ, ആ 204 പേഷ്യന്റിന് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ല. എഴുതിയില്ലേ? മറന്നതാണോ? ആയിരിക്കും. സെയിം മെഡിസിൻ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ ഡോക്ടർ. എന്താ ഡോക്ടർ, എന്തു പറ്റി? എന്തിനാ വരാൻ പറഞ്ഞത്? വിവേക്, ഈ റൗണ്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോവും. ലീവാ. എന്തു പറ്റി തനിക്ക്? ആകെ ഒരു ക്ഷീണം പോലെ. ജോർജ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറാ പറഞ്ഞത് നിന്നെ വിളിക്കാൻ. ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഞാൻ തന്റെ ഡ്യൂട്ടി കൂടെ ചെയ്തേക്കാം. നോ പ്രോബ്ലം, താൻ പൊക്കോളൂ. പോയി റെസ്റ്റ് എടുക്ക. 2 ദിവസമായി ഞാനും തന്നെ വാച്ച് ചെയ്യായിരുന്നു. തനിക്ക് ആകെ ഒരു വയ്യായിക പോലെ. ഓക്കെ വിവേക്, ക്യാരി ഓൺ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ശരി, ഓക്കെ. നീ എന്താ ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഡോക്ടർ അലീനയുടെ ഈ അവകാശവാദമൊക്കെ സത്യമാണെന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ അപ്പു? അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോ, കള്ളവാ, പച്ച കള്ളം ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. ഡോക്ടറിൽ അവർക്ക് സ്വാധീനം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രം അത്. ഒന്നെങ്കിൽ ഡോക്ടറുടെ സമ്മതത്തോടെ, അല്ലെങ്കിൽ ഡോക്ടർ അറിയാതെ. ഇതങ്ങനെ അവനെ തരുള്ളൂ അപ്പു. അങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവർക്ക് എന്ത് പ്രയോജനം കിട്ടുമെന്നാ നീ പറയുന്നത്? നീ പറഞ്ഞ പോലെ ഡോക്ടറോട് അവർക്ക് നേരത്തെ സ്വാധീനവും പരിചയമൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇതുപോലൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയുടെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എത്രയോ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്, അതും വെറും ദിവസങ്ങളുടെ പരിചയത്തിൽ. അതുകൊണ്ട് ഡോക്ടറുമായി ഒരു പ്രീ കണക്ഷൻ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ മാത്രം വിട്ടിയല്ല ഡോക്ടർ അലീന. അപ്പോ അവരീ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണോ നീ വിശ്വസിക്കുന്നത്? അതെ മാളു, അത് സത്യ. അതെങ്ങനെയാ നിനക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നേ? നീ പറഞ്ഞ കഥ ഇതിനു മുമ്പ് ഞാനും കേട്ടിട്ടുണ്ട്. ആര്? അവരിത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? യെസ്, അലീന അത് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ നിന്നോട് സമ്മതിച്ചിട്ടുണ്ട്. സത്യമാണോ? സത്യമാണോ അപ്പൊ നീ പറഞ്ഞത്? ഡോക്ടർ ഇത് നിന്നോട് സമ്മതിച്ചിട്ടുണ്ടോ? അതെ മാളു, ഡോക്ടറുടെ നാവിന്നത് കേട്ടപ്പോ എനിക്കും അതൊരു ഷോക്കായിരുന്നു. എന്തുകൊണ്ട് ഇത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു. അതിന് ഡോക്ടർ പറഞ്ഞ മറുപടിയാ അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത്. നിന്റെ പൊസസീവ്നെസ് അറിയാവുന്നതുകൊണ്ട് ഡോക്ടർ അത് മനഃപൂർവ്വം നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാണ്. നോ, ഇല്ലപ്പോ, അത് സത്യമല്ല, ഒരിക്കലും സത്യമാവില്ല. ജോബിന് എന്നോട് സമ്മതിച്ച കാര്യമാണ്, പിന്നെ എങ്ങനെ അത് സത്യമല്ലതാവുമാണ്? പണ്ട് മെഡിസിന് പഠിക്കുമ്പോ ഡോക്ടർക്ക് ഇൻട്രോവേർട്ട് ആയ ഒരു കുട്ടിയോട് ക്രഷ് തോന്നിയ കാര്യം കല്യാണത്തിന് മുൻപ് തന്നെ എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനൊരു അഫയറിന്റെ കാര്യം ഡോക്ടർ എന്നോട് സൂചിപ്പിച്ചതേയില്ല. ആ കുട്ടി സൂയിസൈഡ് ചെയ്യായിരുന്നല്ലോ. ഡോക്ടർക്ക് അവളോടുള്ള ക്രഷ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ കൂടെ കൂടിയത് അലീന. പിന്നെ അവര് തമ്മിൽ അടുത്തു നോക്കിയ ജോബിൻ പറയുന്നത്. മാളു, അപ്പോ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നല്ലേ? ഒന്നും അറിയാത്ത ഞാൻ മാത്രം മണ്ടി വെട്ടി. ഒക്കെ അറിഞ്ഞിട്ടും നീ പോലും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോ. ഇതൊക്കെ നിന്നെ അറിയിച്ചിട്ട് നിന്റെ സങ്കടം കൂടി കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു മാണു. അതുകൊണ്ട് നിന്നോടൊന്നും തുറന്നു പറയാതിരുന്ന. നന്നായപ്പോ. എന്റെ സങ്കടം അതുകൊണ്ട് ഇനി ആർക്കും കാണേണ്ടി വരില്ലല്ലോ. എപ്പോഴും സന്തോഷത്തോടെ എന്നെ കണ്ടാൽ മതിയില്ല എല്ലാവർക്കും. നന്നായി, നന്നായപ്പോ. എന്നാലും ഇങ്ങനൊരു ചതി അയാളിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഡോക്ടർ ജോബിനൊരു നല്ല ഡോക്ടർ മാത്രമല്ല, നല്ല നടൻ കൂടിയാ. അതല്പം
വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കി തന്നല്ലോ. താങ്ക്സ് അപ്പു, താങ്ക്സ് അലോട്ട്. ഞാൻ ഹാപ്പിയാ. മാളു നിക്ക്. പ്ലീസ് അപ്പു, എൻ്റെ ഒപ്പം വരരുത്. ഞാൻ എങ്ങോട്ടേലൊന്ന് പോയിക്കോട്ടെ, കുറച്ചു നേരം ഒന്ന് തനിച്ചായിക്കോട്ടെ, പ്ലീസ്. ആ എന്താടാ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ വന്നത്? വാ. സോറി, ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ച് വന്നതല്ല, പക്ഷെ വന്നത് ഇങ്ങോട്ടായിപ്പോയി. ഫുൾ ടാങ്ക് ആണല്ലോ മോനെ. ഈ ശീലം അത്ര നല്ലതല്ല കേട്ടോ. എന്റെ വല്യമ്മച്ചി എപ്പോഴും പറയും, കന്നിനെ കയ്യും കാണിക്കല്ലേ എന്ന്. അതുപോലെ ആയി ഇപ്പൊ നിന്റെ കാര്യം. പണ്ട് നമ്മുടെ ക്യാമ്പസ് ടൈമില് ഫ്രണ്ട്സ് തമ്മിൽ പാർട്ടി നടക്കുമ്പോ ഇത്ര നിർബന്ധിച്ചാലും ബിയറ് പോലും ഒന്ന് സിപ്പ് ചെയ്യാതെ ലൈം ജ്യൂസ് നുണഞ്ഞിരിക്കുന്ന നീയാ ഇപ്പൊ ഇങ്ങനെ ആറാടി വന്നിരിക്കുന്നെ. എന്താടാ ഇതുവരെ കുടിക്കാതിരുന്നതിന്റെ പലിശ തീർത്ത് തുടങ്ങുകയാണോ? അലീന പ്ലീസ്, നിന്റെ ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അല്പം സമാധാനം വേണം. ഇപ്പൊ നിന്റെ സമാധാനമൊക്കെ എവിടെ പോയി? അത് നിനക്കറിയത്തില്ലേ, എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുക. ഐ ലോസ്റ്റ് മൈസെൽഫ്. ജീവിതത്തിൽ ഒരു തുള്ളി പോലും മദ്യപിക്കാതിരുന്ന ജോബിൻ ഇന്ന് നീ പറഞ്ഞതുപോലെ പലിശ സഹിത അടിച്ചു തീർത്തോണ്ടിരിക്കുക. ഒക്കത്തിനും കാരണം എന്താ മോനെ? കാരണക്കാരി ഞാനാണെന്നാണോ പറഞ്ഞു വരുന്നത്? Stop it! എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ഞാൻ തന്നെയാ. സോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനുമില്ല, പരാതി പറയാനുമില്ല. അതെ, നീ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് എന്താ നിന്റെ പ്രശ്നം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. വാ. എന്ത് പ്രശ്നം? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞത് ആരാണ് അവളുടെ ചെവിയിൽ അത് ഓതി കൊടുത്തതെന്ന് എനിക്കറിയാം. നീ ആരുടെ കാര്യം പറയുന്നത്? ആരെന്തറിഞ്ഞു? ഞാനും നീയും പണ്ട് ഒരുമിച്ച് പഠിച്ചതാണെന്നും നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള കാര്യം മാളു എങ്ങനെയോ അറിഞ്ഞു. അവൾ ഇന്ന് അതേക്കുറിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഓഹോ, ഇതിനിടയില് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായില്ലേ? അപ്പൊ കരുതിക്കൂട്ടി തന്നെയാ അതാ മാളു എന്നെ വിളിച്ചത്. മാളു നിന്നെ വിളിച്ചോ? എന്തിന്? ഇതറിഞ്ഞിട്ട് തന്നെ. എന്നിട്ട് എന്താ ചോദിച്ചേ? നമ്മൾ തമ്മില് ക്ലാസ്മേറ്റ്സ് ആയിരുന്നോന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ തൊട്ടും തൊടാതെയും ആണെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചോളാൻ പറഞ്ഞു. മൈ ഗോഡ്. അപ്പൊ എന്റെ ഊഹം ശരിയാ. എന്ത്? നമ്മൾ ഈ കാര്യം അപ്പുവിനോട് ഷെയർ ചെയ്തില്ലേ? അപ്പു ഇത് ചൂടാറാതെ നിന്റെ ഭാര്യയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അപ്പുവിനോട് ഇതൊക്കെ പറഞ്ഞത് അബദ്ധമാവുന്നു. ആ കുട്ടിയുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. പോരാത്തിന് നീ ചെന്ന് സമ്മതിച്ചു കൊടുത്തില്ലേ? അതിന്റെ ധൈര്യത്തിലാവും 1നെ 9 മാളൂനോട് ചെന്ന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു പിടിച്ചു തന്നു? എന്തു പറയാൻ, ഒരു കണക്കിന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇനി മാളു അതെങ്ങാനും മമ്മിയോട് പറയുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്ന അലീന. മമ്മിയുടെ മുന്നില് ഞാൻ കള്ളനാവും, പേരും കള്ളൻ. നീ പേടിക്കണ്ട, മാളവിക ബുദ്ധിയുള്ള കുട്ടിയാ. അതുകൊണ്ട് തന്നെ അവൾ ഇതൊന്നും നിന്റെ മമ്മിയോട് ഷെയർ ചെയ്യില്ല. ഷെയർ ചെയ്താ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും നമ്മൾക്കറിയാം. തൽക്കാലം അവളും ആഗ്രഹിക്കുന്നത് ഇതാ, ആരും അറിയാതെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തോണ്ട് പോണം. എന്നാലല്ലേ അവൾക്കും അപ്പൂനും അതുകൊണ്ട് ഗുണമുണ്ടാവും. അതുകൊണ്ട് മാളവിക ഇത് പുറത്തു പറയുന്ന കാര്യം ഓർത്ത് എന്റെ മോൻ പേടിക്കണ്ട. നിനക്കെന്തായാലും ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. ഇല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് കണ്ട ബാറിലും ഹോട്ടലിലും ഒക്കെ ചെന്നിരുന്ന് നീ സീനാക്കിയേനെ. ഒരു കാര്യം ചെയ്, കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്. അപ്പൊ നീ ഒന്ന് ഫ്രഷ് ആവും. എന്നിട്ട് നമുക്ക് അടുത്ത എന്താ വേണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ? നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഏയ് ഒന്നും വേണ്ട.
എങ്കി നീ ഇവിടെ കിടക്ക്. ഏയ് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. പറയുന്ന കേക്ക് ജോബിൻ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ എല്ലാം ഓക്കെ ആവും. കിടക്ക്. It's okay, അലീന. സത്യത്തിൽ അമലയോട് ഇങ്ങനൊരു കാര്യം ചോദിക്കേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കോചമുണ്ട്. എന്നാലും അമലയോടാകുമ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം ചോദിക്കാമല്ലോ. ആ കാര്യത്തിന് സാറിന് പരിഭ്രമം വേണ്ട. സാറിന് എന്നോട് ധൈര്യമായി സംസാരിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം തന്നെയാ, അപ്പുവിൻ്റെയും മാളുവിൻ്റെയും സൗഹൃദത്തിൽ സംഭവിച്ച ഒരു ഗ്യാപ്പിനെ പറ്റി. സത്യത്തിൽ മാളുവിന് അമലയ്ക്ക് നേരിൽ പരിചയമുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അപ്പുവിൻ്റെ കാര്യം അങ്ങനെയല്ലാന്ന് എനിക്കറിയാം. ആ ഒരു ധൈര്യത്തിലാണ് വന്നത്. അപ്പുവും മാളും കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്ന രീതിയും ജീവിത സാഹചര്യങ്ങളൊക്കെ ഏകദേശം അമലയ്ക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം ഡീപ്പ് ആൻഡ് സിൻസിയർ ആണെന്ന് ജോബിനും അറിയാമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ അപ്പു മാളുവിനെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കും മിസ്സസിനും മനസ്സിലായില്ലെങ്കിലും അതിൽ ജോബിൻ്റെ ഇടപെടൽ നടന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒരു പരിധിക്കപ്പുറം പാരൻസ് എന്ന നിലയിൽ അപ്പുവിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് അമലയ്ക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഈ കാര്യം അമലയായിട്ട് സംസാരിക്കാമെന്ന് വെച്ചത്. ശരിക്കും ജോബിൻ്റെ ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായി അപ്പുവിൻ്റെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ എപ്പോഴെങ്കിലും അമലയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ? അമലയോട് ഡയറക്റ്റായിട്ട് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അപ്പു ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്ത കാര്യം അമല അറിഞ്ഞിരിക്കുമല്ലോ. ആ, അപ്പു പറഞ്ഞിരുന്നു. ഞങ്ങൾക്കതിൽ വിഷമമുണ്ടെങ്കിലും ഇത്തരം കോംപ്ലിക്കേഷൻസ് നിറഞ്ഞ ചുറ്റുപാടിൽ അപ്പു ഇവിടുന്ന് മാറി നിൽക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൂടെ ഈ പ്രശ്നത്തിലൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായും നമുക്ക് അപ്പുവിൻ്റെ ഡിസിഷനെ പിന്താങ്ങാലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാറിന്റെ ഈ ആൻസൈറ്റി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഒരു വിഷയം തുറന്ന് സംസാരിക്കാൻ സാർ തയ്യാറായതിൽ എന്തുകൊണ്ട് നല്ലത് തന്നെ. അപ്പുവിന്റെ ഈ ട്രാൻസിഷൻ പീരീഡിൽ ഒരു ലൈഫ് പാർട്ട്ണറെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ സ്വാഭാവികമായും അപ്പു ആലോചിച്ചത് മാളവിക എന്ന ഓപ്ഷനാണ്. ഒരിക്കൽ അതേക്കുറിച്ച് അപ്പു എന്നോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ മാളുവിന് അവരുടെ ആ സൗഹൃദത്തെ അങ്ങനെ ഒരു സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. അപ്പുവിന് ആദ്യമൊക്കെ അതിൽ വിഷമം തോന്നിയിരുന്നു. സ്വാഭാവികമായും മാളുവിന് മറ്റൊരു പ്രണയം ഉണ്ടാകുന്നതിൽ അപ്പു അസ്വസ്ഥയായിരുന്നു. പക്ഷെ ഒരിക്കലും മാളുവിന് താൻ വിചാരിച്ച ഒരു സപ്പോർട്ട് കിട്ടില്ലെന്നറിഞ്ഞപ്പോ അപ്പു തന്റെ മനസ്സ് മാറ്റിയെടുക്കുമായിരുന്നു. മാത്രമല്ല, ഡോക്ടർ ജോബിനെ പോലെ മാന്യനും സ്നേഹസമ്പന്നമായ ഒരാൾ മാളവികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പു ആ തീരുമാനം എന്നേക്കുമായി ഉപേക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് അപ്പു സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആതിര എന്ന പാർട്ട്ണറെ കണ്ടെത്തുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും മാളുവിനെ കുറിച്ച് മറ്റൊരു ചിത്രം അപ്പുവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പുവിന്റെ ഏറ്റവും വലിയ വിഷമം ഇപ്പൊ അത് തന്നെയാ. ഒരിക്കൽ താൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലും അതിന് വഴങ്ങാത്ത മാളുവിനെ കുറിച്ച് ജോബിൻ ഈ ആരോപണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പുവിനിപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യം. അതേ ചൊല്ലി അവരുടെ റിലേഷൻ ഒരിക്കലും സ്ട്രെയിൻഡ് ആവാൻ അപ്പു ആഗ്രഹിക്കുന്നില്ല സർ. ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള അപ്പുവിന്റെ തീരുമാനത്തിൽ ഏറ്റവും ശക്തമായ കാരണവും ഇത് തന്നെയാ. അമല, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എപ്പോഴെങ്കിലും അപ്പുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതായി ജോബിന് അറിഞ്ഞിട്ടുണ്ടോ? അപ്പുവിനെ അലട്ടുന്ന ഒരു പ്രശ്നം ആ ഒരു ഭയമാണ്. പക്ഷെ മാളു ഒരിക്കലും അത് ജോബിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പു എന്നോട് പറഞ്ഞത്. പിന്നെങ്ങനെ ജോബിന്റെ മനസ്സിൽ ഇങ്ങനൊരു സംശയം? അതിനെക്കുറിച്ച് സാർ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. സ്വയം ന്യായീകരിക്കാൻ ജോബിനും
അയാളുടെ സുഹൃത്തും കണ്ടെത്തിയ ഒരു ആരോപണം മാത്രമാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ആ ആരോപണത്തിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനൊരു ചരിത്രം ഉണ്ടായതുകൊണ്ടാണ് അപ്പു ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ വറീഡാവുന്നത്. അതുകൊണ്ടാണ് മാളുവിനെ അപ്പു മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതും. ഇനി ഇതേപ്പറ്റി ആലോചിക്കാനൊന്നുമില്ല സാർ. അപ്പുവിന്റെ ഈ തീരുമാനം ഉചിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, എല്ലാത്തിൽ നിന്നൊന്ന് അകന്നു നിൽക്കുമ്പോൾ അപ്പു മെന്റലി കുറെ കൂടി സ്റ്റേബിൾ ആകുമെന്നും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു ഷിഫ്റ്റിംഗ് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എനിക്കും അങ്ങനെ തോന്നുന്നുമില്ല. ആ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതും ഈ വിഷയം സംസാരിച്ചൊന്നും അപ്പു പറയണ്ട. ഇല്ല സാർ, ഞാൻ പറയില്ല. അതോർത്ത് സാർ വിഷമിക്കണ്ട. ശരി അമല. പോട്ടെ സാർ. താങ്ക് യു. ഓക്കെ. ബാംഗ്ലൂർ വിളിച്ചിട്ട് എന്തായി യശുതി? കുറുപ്പമാവൻ എങ്ങനുണ്ട് ഇപ്പോ? ഓ, വല്യമാവൻ അങ്ങനെ തന്നെ കിടപ്പാന്നാ ബിന്ദുവുമായി വിളിച്ചപ്പോ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്നതിനേക്കാളും തീരെ മേലാണ്ടായിന്ന്. ചാകത്തും ഇല്ല കട്ടിൽ ഒഴിയത്തും ഇല്ലെന്ന മട്ടിൽ മൂപ്പിലാൻ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. ബാക്കിയുള്ളവർക്കല്ലേ അതിന്റെ പങ്കപ്പാട്. ഒരു പ്രായം ചെന്നാ മറ്റുള്ളവരെ ഇട്ട് നരയിപ്പിക്കാതെ അങ്ങ് പോകുന്നതാ നല്ലത്. ആ, അതിന് നമ്മൾ മാത്രം വിചാരിച്ചാ പോരല്ലോ. അതിന് ഭഗവാൻ ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. മുരളി ഇന്ന് ഊണിനുണ്ടാവൂ അശ്വതി? ആ, വരുംന്നാ പറഞ്ഞത്. ആന്റി, ആ, നീ എന്താ ഈ സമയത്ത് വല്ലയിടത്തും പോയിട്ട് വരുന്ന വഴിയാണോ? ഞാനും മാളും ഒരുമിച്ചുണ്ടായിരുന്നു. മാളു ഇങ്ങോട്ട് വന്നോ ആന്റി? മാളുവോ? ഇല്ലല്ലോ. മാളു നിന്റെ അടുത്ത് എപ്പോഴാ വന്നത്? രാവിലെ മാളു വീട്ടിൽ വന്നിരുന്നു ആന്റി. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്തു പോയി. എന്നിട്ട് അവളെന്തിയേ? ചേടാ, ഇങ്ങോട്ട് വരുന്ന കാര്യം അവക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ കരുതി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്ന. ഇനി ചിലപ്പോ ഡീസന്റിന്റെ അടുത്തോട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിന്നെ കാണാൻ വന്ന സ്ഥിതിക്ക് അവളെ ഏതായാലും ഇവിടെ കയറാതെ പോകാൻ വഴിയില്ല. എന്താ അപ്പോ ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ല ആന്റി, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇത്രയും സമയം. എന്നിട്ടെന്താ, രണ്ടുപേരും തമ്മിൽ പിണങ്ങിയോ? ആ, ചെറുതായിട്ട്. എന്തു പറഞ്ഞാ രണ്ടുപേരും കൂടെ പിണങ്ങിയത്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല മുത്തശ്ശി. എന്തോ പറഞ്ഞതിന്റെ കൂട്ടത്തില്. എന്താ പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അവള് പിണങ്ങി പോകണമെങ്കിൽ അത്ര കാര്യമായിട്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്താ അപ്പോ, എന്താ ഉണ്ടായത്? അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല ആന്റി. ഞാൻ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മൂഡ് സ്വിംഗ് ഉണ്ടാവും. അങ്ങനെ എന്തോ പറഞ്ഞ കൂട്ടത്തില് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. അതിന്റെ പിണക്കത്തിൽ അവള് പോയത്. കണ്ടോ, ഇതാ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നത്. വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ ഓരോരോ കാരണങ്ങള്. ചേടാ, ഇനി എന്റെ കൊച്ചെങ്ങോട്ട് പോയോ എന്തോ. മുത്തശ്ശി വിഷമിക്കണ്ട. അവള് ചിലപ്പോ ഡീസന്റിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. പോയിട്ടുണ്ടോന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. അശ്വതി, നീ ആ ടീച്ചറിനെ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട ആന്റി, ഞാൻ വിളിക്കാം. ഹലോ അപ്പു. ആന്റി എവിടെയാ? വീട്ടിലാണോ? അതെ അപ്പു. എന്താ നീ വിളിച്ചത്? ആന്റി, മാളു അങ്ങോട്ട് വന്നായിരുന്നോ? മാളുവോ? ഇല്ലല്ലോ. അവളും ജോബിനും രാവിലെ ഇവിടുന്ന് ഇറങ്ങിയതാ. മാളു നിന്റെ അടുത്തേക്ക് വരുന്നു പറഞ്ഞാ പോയത്. ജോബിൻ അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തില്ലേ? ആ, വന്നിരുന്നു ആന്റി. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇത്രയും നേരം. അവള് പെട്ടെന്നൊന്നും പറയാതെ പോയി. അവിടെ വന്നോന്നറിയാൻ വേണ്ടിയിട്ടാ. ഇല്ലപ്പു, ഇവിടെ വന്നില്ല. എന്താ അപ്പു പ്രശ്നം? എന്താ അവള് നിന്നോടൊന്നും മിണ്ടാതെ പോയത്? ഈ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ആന്റി. അവളവിടെ വന്നോളും. ചിലപ്പോ ഇനി VP കാണാൻ പോയിട്ടുണ്ടാവും. ഞാൻ VP ഒന്ന് വിളിക്കട്ടെ. ആ, വിളിച്ചിട്ട് തിരിച്ചു വിളിക്കണേ. ഇതിനിടയില് മാളു ഇവിടെ വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ, ശരി ശരി. നീ ആരെയും വിളിക്കുന്നേ? മാളുവിനെ. ബെല്ലുണ്ട്, എടുക്കുന്നില്ല. എന്തായി അപ്പോ? ടീച്ചർ എന്ത് പറഞ്ഞു? മാളു അവിടെ ചെന്നിട്ടില്ല.